ഇമോഷണൽ ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള വ്യക്തികളിൽ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്രജ്ഞനാണ് അമേരിക്കക്കാരനായ ഡാനിയൽ ഗോൾമാൻ. അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ IQ എന്ന പുസ്തകം വൈകാരിക ബുദ്ധി എന്ന ആശയത്തെയും വ്യക്തിപരമായും തൊഴിൽപരവുമായും ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യവും ജനപ്രിയമാക്കിയ ഒന്നാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ: നമ്മളിലും മറ്റുള്ളവരിലുമുള്ള വികാരങ്ങളെ തിരിച്ചറിയുക, മനസ്സിലാക്കുക, അതുപോലെ പെരുമാറ്റത്തെയും ചിന്തയെയും നയിക്കാൻ കഴിയുക. സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എമ്പതി, സോഷ്യൽ സ്കിൽസ്. ഇനി നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നിരിക്കട്ടെ. അവിടെ ഇമോഷൻ റെഗുലേഷൻ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ആദ്യം വേണ്ടുന്നത് സെൽഫ് അവയർനെസ്. എന്താണ് നിങ്ങളുടെ ഇമോഷൻ? അത് അറിയുക എന്നതാണ്. രണ്ടാമതായിട്ട് ഇമോഷണൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് കണ്ടെത്തുക. അടുത്തതായിട്ട് കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് നെഗറ്റീവ് തോട്ട്സിനെ റീഫ്രെയിം ചെയ്ത് പോസിറ്റീവ് തോട്ട്സിലേക്ക് കൊണ്ടുവരിക. മൈൻഡ്ഫുൾനെസ് അപ്ലൈ ചെയ്യുക. സെൽഫ് ടോക്ക്, പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അടുത്തത് ബിഹേവിയറൽ സ്ട്രാറ്റജീസ് ആണ്. അതിനായിട്ട് എക്സർസൈസ്, വർക്കൗട്ട് എന്നിവ പ്രാക്ടീസ് ചെയ്യാം. ഡീപ് ബ്രീത്തിങ്, റിലാക്സേഷൻ ടെക്നിക് അപ്ലൈ ചെയ്യാം. ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഫോളോ ചെയ്യാം. അടുത്തത് ഇമോഷണൽ എക്സ്പ്രഷൻസ് ആണ്. ജേർണലിംഗ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് ആയ മ്യൂസിക്, ആർട്ട് എന്നിവ ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ സോഷ്യൽ സപ്പോർട്ട് സ്വീകരിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി വിശ്വസ്തരായ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, തെറാപ്പിസ്റ്റ് എന്നിവരെ കണ്ടെത്തുക. സെൽഫ് കെയർ, ഉറക്കത്തിന് പ്രധാന പങ്കുണ്ട്. അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ്, യോഗ, മെഡിറ്റേഷൻ എന്നിവയും ഫോളോ ചെയ്യാവുന്നതാണ്.